ഡൈനിങ് ഏരിയയിൽ വെച്ചാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ആ മഹാത്ഭുതം സംഭവിക്കുന്നത്. ജനൽ ചില്ലയിലൂടെ കൈലാസനാഥന്റെ ആ ആദ്യ ദർശനം ലഭിക്കുമ്പോൾ പലരുടെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. നമ്മൾ താമസിക്കുന്ന മുറിയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഒരു ഇഗ്ലുവിന്റെ ഷേപ്പുള്ള ഒരു റൂമാണിത്. കൈലാസം കാണുമ്പോൾ കരച്ചില്ല വരുന്നത്. എത്ര തവണ വന്നാലും നമ്മൾക്ക് ഒരു ആദ്യം വരുന്ന പോലെ തോന്നും ഇവിടെ വരുമ്പോൾ. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, ഇന്ത്യക്ക് പുറത്തു നിന്ന് വന്നവരുണ്ട്. 72ാമത്തെ വയസ്സിൽ കൈലാസനാഥനെ കാണാൻ വന്നിരിക്കുകയാണ് നിർമ്മല ചേച്ചി. ചേച്ചി എത്രത്തോളം സന്തോഷമുണ്ട്? വളരെ സന്തോഷം. ദാർച്ചനിലെ ആ വൈകുന്നേരത്തോടടുപ്പിച്ച് ഞങ്ങൾക്ക് ലഭിച്ചത് ഈ യാത്രയിലെ ഏറ്റവും അപൂർവമായ മറ്റൊരു മഹാഭാഗ്യമായിരുന്നു. നമസ്കാരം. കൈലാസ തീർത്ഥത്തിന്റെ 10ാം അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൈലാസയാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാനസ സരോവരത്തിൻ്റെ തീരത്ത് കഴിച്ചുകൂട്ടിയ ആ രാത്രിയും തുടർന്നു വന്ന ആത്മീയ അനുഭവങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ ഭക്തിയുടെ വലിയൊരു തരംഗമാണ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, വളരെ അപൂർവവും അവിസ്മരണീയവുമായ കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയുള്ള നിമിഷങ്ങളാണ് ഈ എപ്പിസോഡിലും നമ്മളെ കാത്തിരിക്കുന്നത്. മാനസരോവരത്തിന്റെ തണുത്തുറഞ്ഞ പ്രഭാതത്തിൽ ഡൈനിങ് ഏരിയയിൽ വെച്ച് ഞങ്ങൾ കണ്ട ശ്രീ കൈലാസ പർവ്വതത്തിന്റെ ആദ്യ ദർശനവും മാനസരോവരത്തിന്റെ മറുതീരത്തിന്റെ ആത്മീയ കാഴ്ചകളും ദാർശനിലേക്കുള്ള യാത്രയും എല്ലാം അടങ്ങുന്നതാണ് ഈ അധ്യായത്തിലെ കാഴ്ചകൾ. മാനസ സരോവരത്തിന്റെ തീരത്ത് തണുത്തുറഞ്ഞ ആ രാത്രിക്ക് ശേഷം പ്രഭാതത്തിൽ പുതിയൊരു ഊർജത്തോടെയാണ് ഞങ്ങൾ ഉണർന്നത്. താമസ സൗകര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹോട്ടൽ മുറികളായിരുന്നില്ല അത്. മാനസ സരോവരത്തിന്റെ തീരത്തുള്ള ഒരു ഡോമെട്രി രീതിയിലുള്ള താമസമായിരുന്നു. ഒരു വലിയ മുറിയിൽ 8-9 ആളുകൾ ഒരുമിച്ച് തങ്ങുന്ന രീതി. കോമൺ ബാത്റൂം സൗകര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എങ്കിലും ആ തണുപ്പിൽ നിന്നും കാറ്റിൽ നിന്നും സംരക്ഷിക്കാൻ ആവശ്യമായ നല്ല കട്ടിയുള്ള മെത്തകളും പുതപ്പുകളും ഉള്ളതുകൊണ്ട് വളരെ സുഖകരമായ ഒരു ഉറക്കമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ശാരീരികമായ യാത്രാക്ഷീണം പൂർണ്ണമായും മാറി വളരെ ഫ്രഷായാണ് പ്രഭാതത്തിൽ ഞങ്ങൾ എഴുന്നേറ്റത്. ഡൈനിങ് ഏരിയയിൽ വെച്ചാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ആ മഹാത്ഭുതം സംഭവിക്കുന്നത്. ഡൈനിങ് ഏരിയയിലെ വലിയ ഗ്ലാസ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം. അകലെ മേഘങ്ങൾ മാറി തങ്കപ്രഭയോടുകൂടി ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പ്രപഞ്ചനാഥന്റെ ദിവ്യാവാസ കേന്ദ്രമായ ശ്രീ കൈലാസ പർവ്വതം കൺമുന്നിൽ പൂർണ്ണ രൂപത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. സത്യത്തിൽ ആ നിമിഷം വാക്കുകൾ നിശ്ചലമായി പോയി എന്ന് പറയാം. ജനൽ ചില്ലയിലൂടെ കൈലാസനാഥന്റെ ആ ആദ്യ ദർശനം ലഭിക്കുമ്പോൾ പലരുടെയും കണ്ണുകൾ സന്തോഷത്താൽ
നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. വർഷങ്ങളോളമുള്ള കാത്തിരിപ്പും ജന്മജന്മാന്തരങ്ങളുടെ പ്രാർത്ഥനകളും സഫലമായ ഒരു അപൂർവ നിമിഷമായിരുന്നു അത്. കൈലാസം കൺമുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ അനുഭവപ്പെട്ട ഭക്തിയും ആത്മീയതയും വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. എത്രയോ ആയിരം മനുഷ്യർ കാത്തിരിക്കുന്ന, സ്വപ്നം കാണുന്ന ആ കാഴ്ച സ്വന്തം കണ്ണുകൾ കൊണ്ട് നേരിൽ കാണാൻ കഴിഞ്ഞത് പുണ്യമായി ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ദർശനത്തിൻ്റെ ആവേശത്തിൽ ഞങ്ങൾ വേഗത്തിൽ തയ്യാറായി. ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് മാനസ സരോവരത്തിൻ്റെ തീരത്തേക്ക് വീണ്ടും ഇറങ്ങി. തലേ ദിവസം നമ്മൾ സന്ദർശിക്കാത്ത തടാകത്തിൻ്റെ മറ്റൊരു മനോഹരമായ വശത്തേക്കായിരുന്നു ഞങ്ങൾ വാഹനത്തിൽ പോയത്. മാനസ സരോവരത്തിൻ്റെ മറുതീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ കാഴ്ച വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ശാന്തമായി ഒഴുകുന്ന നീല നിറത്തിലുള്ള വിശുദ്ധ മാനസ സരോവരം, അതിനു മുകളിലായി ഗാംഭീര്യത്തോടെ നിൽക്കുന്ന കൈലാസ പർവ്വതത്തിൻ്റെ പൂർണ്ണരൂപം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയായിക്കൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എനിക്ക് പിറകിൽ കാണാവോ എന്ന് എനിക്കറിയില്ല. അതാണ് കൈലാസം. ആ കൈലാസത്തേക്കാണ് നമ്മുടെ യാത്ര. ആ കൈലാസം തേടിക്കൊണ്ടാണ് യാത്ര. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാനസ സരസിന്റെ മുന്നിലാണ്. ആ തടാകമാണ് എനിക്ക് ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ സ്വപ്നയാത്ര അത് ഞങ്ങളിലൂടെ സാഫല്യമാവട്ടെ എന്നുള്ള വലിയൊരു സ്നേഹത്തോടും പ്രതീക്ഷ കൊണ്ടുമാണ് കൈലാസ യാത്ര ജനം ടി വിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. വലിയൊരു ആത്മീയ അനുഭൂതിയോട് കൂടിയിട്ടാണ് ഈ മണ്ണിൽ നിന്ന് ഇപ്പോൾ ജനം ടി വിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, കൈലാസനാഥന്റെ മണ്ണിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് പൂർവ്വജന്മ ഭാഗ്യമാണ്. അതിനൊപ്പം തന്നെ വലിയൊരു സ്വപ്ന സാഫല്യം കൂടിയാണ്. ഒരു 15,000 അടി ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ കാലാവസ്ഥ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഡ്രസ്സൊക്കെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കൊപ്പം ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഇത്രയും വലിയൊരു ടീം കൂടി ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഈ ടീമിനെ ലീഡ് ചെയ്യുന്നത് CP മധുസൂദനൻ മേനോനാണ്. തീർത്ഥയാത്ര ഏജൻസിയുടെ കൂടെയാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. അപ്പോൾ മധുചേട്ടാ, എനിക്ക് കൊണ്ട് വലിയൊരു സ്വപ്നത്തിന്റെ സാക്ഷ്യത്തിലാണ് ഞാനടക്കമുള്ള ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നത്. എന്താണ് ഈ മാനസ സരസിന്റെ വീതിയിൽ നിൽക്കുമ്പോൾ പറയാൻ തോന്നുന്നത്? അതെ, തീർച്ചയായും ഇന്നലെ നമുക്ക് സാധാരണയിൽ വൈകിയാണ് നമ്മൾ മാനസരോവറിൽ എത്തിയത്. അപ്പോൾ സാധാരണ ഒരു 4 മണിക്ക് മാനസരോവറിൽ എത്തുന്ന സമയത്ത് നമുക്ക് കൈലാസത്തിന്റെ ദർശനം കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നലെ നമുക്ക് സാധിച്ചില്ല. എത്തവണ സാഗതാവ ഫെസ്റ്റിവൽ കാരണം പലയിടത്തും ചെക്കിംഗ് കൂടുതലാണ്. അതുകൊണ്ട് വളരെ വൈകിയാണ് നമ്മളിവിടെ എത്തിയത്. കൈലാസ ദർശനം സാധ്യമായില്ല. രാത്രി ഇരുട്ടിയതിന് ശേഷമാണ് നമ്മൾ താമസ സ്ഥലത്ത് എത്തിയത്. പക്ഷെ രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ നമ്മൾ കണി കണ്ടുണരുന്നത് കൈലാസമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിനുശേഷം നമ്മളിപ്പോൾ വീണ്ടും മാനസരോവർ പകൽ വെളിച്ചത്തിൽ നിന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷകരമാണ്. കാരണം വന്നിരിക്കുന്ന എല്ലാ യാത്രക്കാരും കൈലാസത്തിന്റെ ഒരു ദർശനം അവർക്ക് നഗ്ന നേത്രം കൊണ്ട് സാധിച്ചു എന്നുള്ളതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. അതിന് പുറമെ നല്ല കാലാവസ്ഥയാണെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. പക്ഷേ രാവിലെ ഇപ്പോ എനിക്കോട്ട് ഇവിടെ 10 മണിയാണ് സമയം. പക്ഷേ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. അത്രത്തോളം കനത്ത ഒരു ടെമ്പറേച്ചർ ആണ്. രാത്രി ഇന്നലെ -10 വരെ ടെമ്പറേച്ചർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ 0 ഡിഗ്രി നല്ല കാലാവസ്ഥയാണ്. മാത്രമല്ല മഞ്ഞ് പെയ്യുന്നില്ല മുകളിൽ. അത് വലിയ ശുഭപ്രതീക്ഷ തരുന്നുണ്ട്. സാഗയിലെ നമ്മുടെ അക്ലമറ്റൈസേഷൻ ഡേ കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ യാത്രക്കാരും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ദർശനം പരിക്രമം സാധ്യമാവുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ഇനിയെല്ലാം ഭഗവാന്റെ കയ്യിലാണ്. ഇപ്പൊ നമുക്കറിയാം, മാനസരോവർ എന്ന് പറയുമ്പോൾ തന്നെ ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് വിരിഞ്ഞ തടാകം എന്നാണ് അർത്ഥം. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രവും എല്ലാം ഉണ്ട് മാനസരോവറിന്. അതുകൂടി പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ? തീർച്ചയായും. ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് നമ്മൾ പലപ്പോഴും മാനസരോവറിന്റെ സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് വന്ന തടാകം എന്നല്ലാതെ അത് സൃഷ്ടിക്കപ്പെട്ട ഒരു സന്ദർഭത്തെ പറ്റി നമ്മൾ സ്കന്ദപുരാണത്തിൽ പോലും കേൾക്കാറില്ല. അപ്പൊ ഇതിൽ എങ്ങാണെന്നുണ്ടെങ്കിൽ അത്രയും മനോഹരമായ ഒരു തടാകമാണ്. നമ്മുടെ സെലസ്റ്റിയൽ ബോഡീസ്, സ്വർഗവാസികളായിട്ടുള്ള അപ്സരസുകൾ, ഗന്ധർവന്മാര്, കിന്നരന്മാര്, യക്ഷന്മാര്, അങ്ങനെ ദേവന്മാര് ഉൾപ്പെടെയുള്ളവരെല്ലാം വിശിഷ്ട അവസരങ്ങളിലും പൊതുവിലും കൃത്യമായ ദിവസങ്ങളിൽ വന്ന് ബ്രാഹ്മ മുഹൂർത്തത്തിൽ നീരാടുന്ന മാനസരോവറാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. നമ്മളൊരു പക്ഷേ സ്വപ്നം കണ്ടിരുന്ന ഒരു തടാകത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര മനോഹരമാണ് ആ മാനസരോവർ തടാകം നോക്കൂ. എത്ര ലൈവാണ് മാനസരോവർ തടാകം നോക്കൂ. എത്രയേറെ പക്ഷികളാണ്, എത്രയേറെ ജീവികളാണ് തടാകത്തിൽ കിടന്ന് കളിക്കുന്ന നോക്കൂ. ഇതിന്റെ പരിസരത്ത് നമുക്ക് നിൽക്കുന്ന 10 മിനിറ്റ് പോലും നമുക്ക് അത്രയേറെ ആനന്ദദായകമാണ്.
അപ്പം മാനസരോവർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും പഴക്കമുള്ളത്. എല്ലാ പുരാണങ്ങളിലും മാനസരോവർ ഉണ്ട് എന്നുള്ള രീതിയിലെ പരാമർശമില്ലാതെ അതിൻ്റെ സൃഷ്ടിയെപ്പറ്റി പറയുന്നില്ല. അപ്പം അത്രയും പഴക്കമുള്ള, സൃഷ്ടിയോളം പഴക്കമുള്ള ഈ തടാകം, ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഇത്രയേറെ പരിശുദ്ധമെന്ന് ഒരുപാട് 3-4 കൂടുതൽ റിലീജിയനുകൾ വിശ്വസിക്കുന്ന ഈ തടാകത്തിൻ്റെ മുന്നിൽ എത്താൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു ജന്മസാഫല്യമാണ്. പലർക്കും ഇന്നലെ ഇതിൽ നിന്ന് നമുക്ക് ഇത്തവണ കുളി നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ പഞ്ചസ്നാനം പലരും ചെയ്തു, തീർത്ഥങ്ങൾ സ്വീകരിച്ചു, കല്ലുകൾ ശേഖരിച്ചു. അപ്പോൾ മാനസരോവറിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ഭൂമിയിൽ നിന്ന് ഒരു തലം മുകളിൽ പോയി സ്വർഗവാസികൾ വന്ന് കുളിക്കുന്ന ഒരു പ്രദേശത്താണ്. നമുക്കൊപ്പം ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും സ്പെഷ്യലായി പറയേണ്ട ഒരാളുണ്ട്. 27ാമത്തെ പ്രാവശ്യം കൈലാസനാഥനെ കാണാൻ കൈലാസത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി കൂടി ഈ യാത്രയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു പുണ്യമാണ് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. ദീദി, എങ്ങനെയാണ് 27ാമത്തെ പ്രാവശ്യമാണ്? എത്രത്തോളം സന്തോഷമുണ്ട് ഇപ്പൊ ഇവിടുന്ന് കൈലാസം കാണുമ്പോൾ തന്നെ? അതെ, കൈലാസം കാണുമ്പോൾ കരച്ചിലവരുന്ന്. എത്ര തവണ വന്നാലും നമ്മൾക്ക് ഒരു ആദ്യം വരുന്ന പോലെ തോന്നും ഇവിടെ വരുമ്പോൾ. ഇനിയിപ്പോൾ ഇത്ര തവണ എന്ത് കഷ്ടം വന്നാലും അടുത്ത തവണ പിന്നെയും പുറപ്പെടും ജനുവരിയിൽ. കൈലാസത്തിൻ്റെ ഒരു ജാദു പോലെ എന്ന് പറയാം നമ്മൾക്ക്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എത്ര പ്രാവശ്യം വന്നാലും ഈ കൈലാസത്തെ ആദ്യമായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അത് നമുക്ക് പറയുന്നതിലും എത്രയോ വലുതാണ്. ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, ഇന്ത്യക്ക് പുറത്തു നിന്ന് വന്നവരുണ്ട്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ഇവരൊക്കെ ഇവിടെ കൈലാസനാഥനെ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇനി മറ്റൊരു സവിശേഷതയുള്ള വ്യക്തിയാണ്. 72ാമത്തെ വയസ്സിൽ കൈലാസനാഥനെ കാണാൻ വന്നിരിക്കുകയാണ് നിർമ്മല ചേച്ചി. ചേച്ചി, എത്രത്തോളം സന്തോഷമുണ്ട്? വളരെ സന്തോഷം. നമുക്കറിയാം 69 വയസ്സ് വരെയാണ് കൈലാസത്തേക്ക് എത്താനുള്ള പ്രായം. പക്ഷേ 72ാമത്തെ വയസ്സിലും ചേച്ചീനെ കൈലാസനാഥൻ വിളിച്ചിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് ചേച്ചി എന്നുള്ളതാണ്. എന്തൊക്കെയുണ്ട്? ഇത് ഇവര് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കപ്പിൾസ് ആണ്. How do you feel when you see Kailas from here? I think our life ambition has achieved. തീർച്ചയായിട്ടും. One lifetime moment for us. തലേ ദിവസം പ്രകൃതി മുഴുവൻ കാർമേഘങ്ങൾ കൊണ്ട് മൂടിയതുകൊണ്ട് ഞങ്ങൾക്ക് കൈലാസനാഥൻ്റെ പൂർണ്ണരൂപം മാനസ സരോവരത്തിൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് മുൻപിൽ പ്രകൃതി തുറന്നു വെച്ചത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ആത്മീയ ക്യാൻവാസ് ആയിരുന്നു എന്ന് പറയാം. തടാകത്തിൻ്റെ തീരത്തിരുന്ന് പലരും കൈലാസനാഥനെ ധ്യാനിച്ചു. മറ്റു ചിലർ ആ മനോഹരമായ കാഴ്ചയിൽ നിന്ന് കണ്ണെടുക്കാനാകാതെ പൂർണ്ണമായും നിശബ്ദരായി പ്രകൃതിയുടെ ആ ദിവ്യ ഊർജത്തിൽ അലിഞ്ഞു ചേർന്നു. മഞ്ഞുമലകളിൽ തട്ടി സൂര്യപ്രകാശം തിളങ്ങുന്നതും അതിനു താഴെ ശാന്തമായി കിടക്കുന്ന മാനസ സരോവരവും മനസ്സിന് നൽകിയ ശാന്തത അടുത്ത ജന്മത്തിലും മറക്കാൻ സാധിക്കാത്ത ഒന്നാണ്. മാനസ സരോവറിലെ ആ ആത്മീയ അനുഭൂതിക്ക് ശേഷം ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനമായ ദാർച്ചൻ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. കൈലാസ പരിക്രമണത്തിൻ്റെ ബേസ് ക്യാമ്പ് എന്നറിയപ്പെടുന്ന പ്രധാന പ്രദേശമാണ് ദാർച്ചൻ. മാനസ സരോവറിൽ നിന്നും ദാർച്ചനിലേക്കുള്ള ആ യാത്രയിലുടനീളം കൈലാസപർവ്വതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ നിറഞ്ഞ ആ അത്ഭുത കാഴ്ചകളായിരുന്നു ഞങ്ങളെ സ്വീകരിച്ചത്. അതെ, ഓരോ വളവ് തിരിയുമ്പോഴും ഭഗവാൻ പുതിയൊരു ഭാവത്തിൽ
പുതിയൊരു കോണിൽ കൺമുന്നിൽ തെളിയുന്നത് പോലെ തോന്നിപ്പിച്ചു. ദൂരെയല്ലാതെ കാണുന്ന കൈലാസ പർവ്വതത്തിൻ്റെ മുഖങ്ങൾ യാത്രാമധ്യേ ഞങ്ങൾക്ക് ദർശിക്കാനും സാധിച്ചു. ഉച്ചയോടടുത്ത് ഞങ്ങൾ ദാർച്ചനിൽ എത്തിച്ചേർന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു പട്ടണമാണ് ദാർച്ചൻ. ഇവിടെ ഞങ്ങളെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തവും ആധുനികവുമായ ഒരു താമസ സൗകര്യമായിരുന്നു. ഇതുവരെ നമ്മൾ കണ്ട ഹോട്ടലുകളിൽ നിന്നോ മാനസ സരോവരത്തിലെ ഡോർമെറ്ററിയിൽ നിന്നോ എല്ലാം തികച്ചും വ്യത്യസ്തമായി ഹിമാലയൻ നിരകളുടെ പശ്ചാത്തലത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഡോം ഷേപ്പുള്ള അത്യാധുനിക മുറികളായിരുന്നു ദാർച്ചനിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. അതികഠിനമായ തണുപ്പും പർവ്വതങ്ങളിൽ നിന്നുള്ള കാറ്റും പ്രതിരോധിക്കാൻ പ്രത്യേകമായി ഡിസൈൻ ചെയ്തവയാണ് ഈ ഡോം റൂമുകൾ. അതുകൊണ്ട് തന്നെ അകത്ത് അത്യാധുനിക രീതിയിലുള്ള ഹീറ്റിംഗ് സംവിധാനങ്ങളും ഓക്സിജൻ ഫെസിലിറ്റികളും എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അടുത്ത ദിവസം ആരംഭിക്കാൻ പോകുന്ന കഠിനമായ കൈലാസ പരിക്രമണത്തിന് മുൻപ് ശരീരം നന്നായി വിശ്രമിക്കാൻ ഈ താമസം ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഓം നമ ശിവായ. കൈലാസം തേടിയുള്ള നമ്മുടെ യാത്ര അങ്ങനെ ദാർച്ചനിൽ എത്തിയിരിക്കുകയാണ്. നാളെ മുതലാണ് നമ്മുടെ പരിക്രമണം ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബേസ് ക്യാമ്പ് പോലെയാണ് ദാർച്ചനിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ദാർച്ചനിൽ നമ്മൾ താമസിക്കുന്ന മുറിയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഒരു ഇഗ്ലുവിൻ്റെ ഷേപ്പുള്ള ഒരു റൂമാണിത്. റൂം ഓപ്പൺ ആണ്. ഇങ്ങനെ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡബിൾ ഒക്യുപ്പൻസിയുടെ റൂമാണ്. സോ 2 ബെഡുകളുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമുണ്ട്. അതുപോലെ ഓക്സിജന് വേണ്ടിയിട്ട് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് റൂമിൽ. അതുപോലെ ഇപ്പോൾ 2 പേർക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ 2 സോഫയുണ്ട്. ഒപ്പം തന്നെ ചായ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, കെറ്റിലുണ്ട്, വെള്ളമുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ബാത്റൂം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാത്റൂമാണ്. ലൈക്ക് ബാത്റൂമിലേക്ക് വരുമ്പോൾ ഇതൊരു ഓപ്പൺ ബാത്റൂമാണെന്ന് നമുക്ക് പറയാം. റൂമുമായിട്ട് സെപ്പറേഷൻസ് ഒന്നുമില്ല ബാത്റൂമിന്. ഒരു ഓട്ടോമാറ്റിക് ടോയ്ലറ്റാണ് നമുക്കിവിടെ ഉള്ളത്. ഒരു മിററുണ്ട്. ഒപ്പം തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ബാത്തിങ് ഏരിയയുണ്ട്. സോ ഇതാണ് ഒരു ടോട്ടൽ വ്യൂ നമുക്ക് ഹോട്ടലിൻ്റെ. ഈ ഹോട്ടലിൻ്റെ റൂഫ് മൊത്തം ഗ്ലാസ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെയിലായതുകൊണ്ട് നമ്മളിത് നീക്കാത്തതാണ്. കണ്ടോ, നമുക്ക് ഇതൊക്കെ നീക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാത്രിയൊക്കെ ഒരു അടിപൊളി വ്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ വെയിലായതുകൊണ്ട് നമ്മളിത് മൊത്തം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് വരാം. ഇവിടുത്തെ എല്ലാം ഈ കർട്ടൻ നമുക്ക് മാറ്റാൻ പറ്റും. സോ ഈ കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം നമുക്ക് അഷ്ടപതിൻ്റെ ഭാഗമായിട്ടുള്ള മലനിരകളാണ് നമുക്ക് ഓപ്പോസിറ്റ് വരുന്നത്. സോ രാത്രി നമുക്ക് അതിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഉറങ്ങാം എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ്. സോ ഇതാണ് ദാർച്ചനിലെ ഫെസിലിറ്റീസ്. അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ വൈകിട്ടാണ് അഷ്ടപത് കാണാൻ പോകുന്നുണ്ട്. അഷ്ടപത് കണ്ട് അഷ്ടപതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ദാർച്ചനിലെത്തിയ ശേഷം ഞങ്ങൾക്ക് പ്രധാനമായും ചെയ്യാനുണ്ടായിരുന്നത് അടുത്ത ദിവസം ആരംഭിക്കാൻ പോകുന്ന കഠിനമായ കൈലാസ പരിക്രമണത്തിനായുള്ള പാക്കിംഗ് ആയിരുന്നു. അതെ, നമ്മുടെ വലിയ ലഗേജുകളെല്ലാം ദാർച്ചനിലെ ഹോട്ടലിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. പരിക്രമണ സമയത്ത് അത്യാവശ്യ വസ്ത്രങ്ങളും മരുന്നുകളും തെർമൽ വെയറുകളും മാത്രമാണ് ചെറിയ ബാക്ക് പാക്കിൽ നമ്മൾ കൊണ്ടുപോവുക.
കൈലാസനാഥനെ ദർശിച്ചതിൻ്റെ വലിയ സന്തോഷമുണ്ടായിരുന്നുവെങ്കിലും ശരീരത്തെ സംബന്ധിച്ച് ഇതൊരു ചെറിയ കാര്യമായിരുന്നില്ല എന്ന് നമുക്ക് പറയാം. സമുദ്രനിരപ്പിൽ നിന്ന് 4600 മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദാർച്ചനിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഞങ്ങളിൽ പലരെയും വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്സിജന്റെ കുറവ് മൂലമുള്ള ചെറിയ തലവേദന, ശ്വാസതടസ്സം, ക്ഷീണം തുടങ്ങിയ പലതരത്തിലുള്ള പ്രയാസങ്ങളും പലർക്കും ഈ സമയത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും നിരന്തരമായ വെള്ളം കുടിക്കലും ഡയമോക്സ് പോലെയുള്ള മരുന്നുകളുടെ ഉപയോഗവും ഷെർപ്പകളുടെ പരിചരണവും എല്ലാം കൊണ്ട് ഞങ്ങൾ ആ പ്രയാസങ്ങളെ അതിജീവിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാം. പരിക്രമണത്തിന് മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തുന്ന വലിയൊരു കാര്യമാണ് ദാർച്ചനിൽ വെച്ച് സംഭവിച്ചത്. ദാർച്ചനിലെ ആ വൈകുന്നേരത്തോടടുപ്പിച്ച് ഞങ്ങൾക്ക് ലഭിച്ചത് ഈ യാത്രയിലെ ഏറ്റവും അപൂർവമായ മറ്റൊരു മഹാഭാഗ്യമായിരുന്നു, അഷ്ടപദ ദർശനം. കൈലാസ യാത്രയ്ക്ക് പോകുന്ന എല്ലാവർക്കും അത്ര എളുപ്പത്തിൽ ലഭിക്കാത്ത, വളരെ കുറച്ചു പേർക്ക് മാത്രം ദർശിക്കാൻ സാധിക്കുന്ന, ആത്മീയമായി ഏറെ പ്രാധാന്യമുള്ള വിശുദ്ധ മണ്ണാണ് അഷ്ടപദിൻ്റേത്. കൈലാസ പർവ്വതത്തോട് ഏറ്റവും അടുത്തു ചേർന്ന് പ്രണാമം അർപ്പിക്കാൻ സാധിക്കുന്ന അഷ്ടപദിലെ ആ ഭക്തി നിർഭരമായ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും, കൂടാതെ ദാർച്ചനിൽ നിന്നും ആരംഭിക്കുന്ന സാഹസികവും ഭക്തി നിർഭരവുമായ കൈലാസ പരിക്രമണത്തിന്റെ തയ്യാറെടുപ്പുകളുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. നമസ്തേ.